കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ തൊഴിലാളി കർഷക തൊഴിലാളി സംഘടനകളുടെ സംയുക്ത നേതൃത്വത്തിൽ മലപ്പുറം GST ഓഫീസ് ഉപരോധവും ജയിൽ നിറക്കൽ സമരവും സംഘടിപ്പിച്ചു. ഉപരോധ സമരം കിസാൻ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി KM ദിനാകരൻ ഉദ്ഘാടനം ചെയ്തു. ജയിൽ നിറക്കൽ സമരം സിന്ദാബാദ്. കാർഷിക മേഖല തീരരുത്. കൊള്ള നടത്തും കേന്ദ്രക്കാരുടെ കർഷക വിരുദ്ധ നയങ്ങൾ ഇവിടെ നടക്കുകയില്ല. കട്ടായം കോൺഗ്രസിന്റെ വലത്തോട്ടുള്ള ശക്തമായ മുന്നേറ്റത്തിന് ചെറുക്കാൻ കഴിയുന്ന നിലപാട് സ്വീകരിച്ചിട്ടും അവർ മുന്നോട്ട് പോകുന്നു, സാമ്രാജ്യത്വ ശക്തികളുമായി കൈകോർക്കുന്നു എന്ന സാഹചര്യത്തില് ആ ഗവൺമെന്റിനുള്ള പിന്തുണ പിൻവലിച്ചു. രണ്ടാം UPA ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ആ സമയത്തും ഈ കർഷകരുമായി ബന്ധപ്പെട്ട സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. 2014 തെരഞ്ഞെടുപ്പ് കാലത്ത് MS സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് വന്നവരാണ് ഈ 12 വർഷക്കാലം പിന്നിട്ട BJPയുടെ ഗവൺമെന്റ്. ഇതുവരെ അത് തുറന്നു നോക്കിയില്ല. കർഷക സമരം ഞാൻ ഇവിടെ സൂചിപ്പിച്ചു. ആ സമരം ഒത്തുതീർക്കാൻ വേണ്ടി പ്രധാനമന്ത്രി മുൻകൈയെടുത്തുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് 3 ബില്ലുകൾ അത് നിയമമായി ലേബർ കോഡുകൾ പിൻവലിക്കുക, സ്വതന്ത്ര വ്യാപാര കരാറുകൾ റദ്ദാക്കുക, വിളകൾക്ക് സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ പ്രകാരമുള്ള മിനിമം താങ്ങുവില ഉറപ്പാക്കുക, VBG-RAMG പദ്ധതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് VM ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു. CITU മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി VP സക്കറിയ, AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് P സുബ്രഹ്മണ്യൻ, KSKTU ജില്ലാ സെക്രട്ടറി E ജയൻ എന്നിവർ സംസാരിച്ചു. ഉപരോധത്തിന് ശേഷം പ്രകടനമായി KSRTC പരിസരത്ത് പൊതുസമ്മേളനം നടത്തി. പൊതുസമ്മേളനത്തിൽ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ശശികുമാർ സംസാരിച്ചു. MP അലവി, AR വേലു, VP സോമസുന്ദരൻ, AK വേലായുധൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഈസ്റ്റ് ലൈവ് മലപ്പുറം. പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.